അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസൂദനാനന്ദചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നമ്മൾ തുടർന്നു വന്ന ശ്രീ ഭൂതനാഥോപാഖ്യാനത്തിൻ്റെ തന്തുക്കളിൽ നിന്ന് അല്പം വ്യതിചലിച്ചുകൊണ്ട് ഒരു വൃത്താന്തം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഓരോ വർഷത്തിലും ശബരിമല തീർത്ഥാടനം പര്യവസാനിക്കുന്നത് അതാത് മാസത്തിലെ മകരമാസത്തിലെ 6-ാം തീയതി ഗുരുതിയോടെയാണ്. ഗുരുതിയുടെ വിശദമായ ഭാഗങ്ങൾ കൂടുതൽ വ്യക്തതയോടെ ഏവരും അറിയേണ്ടതുള്ളതുകൊണ്ട് അവസാന ഭാഗത്ത് കൂടുതൽ വ്യക്തമായി ഗുരുതിയെക്കുറിച്ച് പ്രതിപാദിക്കും എന്നുള്ളതുകൊണ്ടും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശബരിമല ഉത്സവം എന്ന് പറയുന്ന മകരവിളക്ക് ഉത്സവത്തെക്കുറിച്ചും അതിനോടനുബന്ധമായി നടക്കുന്ന ചില കർമ്മങ്ങളും വരാൻ പോകുന്ന തീർത്ഥാടകർ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടും അല്പം വ്യതിചലിച്ച ഈ ഒരു എപ്പിസോഡ് പ്രത്യേക ശ്രദ്ധയ്ക്കായിട്ട് ബഹുമാന്യരായ ശ്രോതാക്കളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. 51ാമത് എപ്പിസോഡിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യവും ശക്തിയും അയ്യപ്പന്മാർക്ക് അനുഭവ വേദ്യമാകുന്നത് പോലെ അദൃശ്യശക്തിയായ പ്രപഞ്ചമാതാവ് സാക്ഷാൽ ഭദ്രകാളിയമ്മ ശ്രീചക്ര സാന്നിധ്യമായി ശബരിമലയിൽ കുടികൊള്ളുന്നു. സ്വന്തം മാതൃഭാവേന മാളികപ്പുറത്ത് അയ്യപ്പൻ്റെ ആഗ്രഹപ്രകാരം കുടിയിരുത്തിയിരിക്കുന്ന മാളികപ്പുറത്തമ്മ പാണ്ഡ്യ രാജാക്കന്മാരുടെ കുലദേവതയായ മധുര മീനാക്ഷിയാണ്. പാണ്ഡ്യരാജാവായ മലയധ്വജനും പത്നി കാഞ്ചനമാലയ്ക്കും കുട്ടികളില്ലാതിരുന്നതിൻ്റെ ദുഃഖം അസഹനീയമായിരുന്നു. ഇതിൽ നിന്നുള്ള മോചനത്തിനായി അവർ അവസാനം പുത്രകാമേഷ്ടി നടത്തുന്നതിന് തീർച്ചയാക്കി. യാഗഫലമായി അവർക്കൊരു പുത്രി ജനിച്ചു. കുട്ടിക്ക് അവർ നാമധേയം നൽകിയത് തടാതക എന്നായിരുന്നു. പാണ്ഡ്യരാജവംശത്തിൻ്റെ ഭരദേവതയായ മധുര മീനാക്ഷിയുടെ പുനരവതാരമായിരുന്നു തടാതക. മധുരയിൽ നിന്നും പലായനം ചെയ്യപ്പെടേണ്ടി വന്ന പാണ്ഡ്യരാജവംശം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സഹായത്താൽ മണ്ണടിയിൽ വാസമുറപ്പിച്ചു. തങ്ങളുടെ കുലദേവതയെ അവിടെ പ്രതിഷ്ഠിച്ചു. മണ്ണടി ഭഗവതി എന്ന പേരിൽ അമ്മ സുപ്രസിദ്ധിയായി തീർന്നു. മണ്ണടി ഭഗവതി പിന്നീട് പന്തളം ആസ്ഥാനമാക്കി പന്തളം രാജവംശത്തെ ഇങ്ങോട്ടേക്ക് മധുര രാജവംശം മാറിയപ്പോൾ പന്തളം കൊട്ടാരത്തോട് ചേർന്നുള്ള മാളികയുടെ മച്ചിൻ മുകളിൽ വച്ചാരാധിക്കപ്പെടുകയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മച്ചിൽ ഭഗവതി എന്ന് പ്രസിദ്ധമാകുകയും ചെയ്തു. പിൽക്കാലത്ത് അയ്യപ്പസ്വാമിയുടെ ആഗ്രഹപ്രകാരം മാതൃഭാവേന മച്ചിൽ ഭഗവതിയെ അതേ അർത്ഥത്തിൽ മാളികപ്പുറത്തമ്മ എന്ന പേരോടുകൂടി മാതൃഭാവത്തിൽ മുൻതൂക്കം നൽകി അയ്യപ്പസ്വാമിയുടെ ഇടതുവശത്ത് കുടിയിരുത്തി. ശബരിമല ക്ഷേത്രത്തിൽ നിന്നും കുറച്ചുയരത്തിലാണ് മാളികപ്പുറത്തമ്മ ആസ്ഥാനം എന്ന് സാധാരണ നമുക്ക് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. മാളികപ്പുറത്തമ്മ എന്ന സംജ്ഞ നൽകിയ അതേ മാളികപ്പുറത്തമ്മയാണ് ലോകമാതാവായ സാക്ഷാൽ മാളികപ്പുറത്തമ്മ എന്ന പേരിൽ മലയാളികൾ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷം സ്വാമിമാരും പറയുന്നത്.
ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്നവർ മഞ്ചൽ മാത, മഞ്ചമാത എന്ന് തമിഴ് ആന്ധ്ര സ്വാമിമാർ വിശ്വസിക്കുന്നതും ഇതേ മാളികപ്പുറത്തമ്മ തന്നെ. മണികണ്ഠസ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് മാതൃഭാവത്തിൽ ലോകമാതാവായി മാളികപ്പുറത്തമ്മയെ സന്നിധാനത്തും കുടിയിരുത്തിയിരിക്കുന്നത്. അബദ്ധധാരണകളെ വച്ച് പുലർത്തുകയും ആയതിന് പരമാവധി പരസ്യം നൽകുക എന്നതും ബഹുഭൂരിപക്ഷം മനുഷ്യരുടെയും മനോവ്യാപാരമാണ്. ഇത് സംബന്ധമായി തെറ്റിദ്ധാരണാജനകമായ കഥകൾ പലരും വിശദീകരിച്ചു. മുൻ എപ്പിസോഡുകളിൽ ആ സൂചനകൾ ഞാൻ നൽകിയിരുന്നു എന്നതിനാൽ സൂചനയിൽ ഒതുക്കുന്നു. പ്രധാനം മഞ്ചൾ മാത അഥവാ മാളികപ്പുറത്തമ്മ വീരമണികണ്ഠനാൽ വധിക്കപ്പെട്ട മഹിഷിയുടെ പുനരവതാരമാണെന്നും ശബരിമലയിൽ കന്യയ്യപ്പന്മാർ വരാത്ത കാലം ആ വർഷം രാഗാതുരിയായ മാളികപ്പുറത്തമ്മയെ പാണിഗ്രഹണം ചെയ്തു കൊള്ളാമെന്ന് അയ്യപ്പസ്വാമി നൽകിയ വാക്കും തുടർന്ന് മകരവിളക്കിനോടനുബന്ധിച്ചിട്ടുള്ള എഴുന്നള്ളത്തും എല്ലാം ശബരിമലയിലെ സത്യസന്ധമായതും ആചാര നിബദ്ധമായതുമായ ആചാരങ്ങൾ ഉൾപ്പെടെ ഏതിനെയും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ചില പ്രവണതകൾ കാലങ്ങളായി ശബരിമലയിൽ അരങ്ങേറുന്നു. മകരസംക്രാന്തി ദിനം മുതൽ തുടർച്ചയായി നടക്കുന്ന മാളികപ്പുറത്തെ മണിമണ്ഡപത്തിലെ കളംവരയും തുടർന്നുള്ള 5-ാം ദിവസത്തെ വിഭവസമൃദ്ധമായ സദ്യയും അത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് നടത്തുന്ന കളഭസദ്യ കൂടുതൽ മിഴിവോടെ മുൻ എപ്പിസോഡിൽ വെളിവാക്കിയിട്ടുള്ളതിനാൽ ആവർത്തന വിരസത ഒഴിവാക്കാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഈ സദ്യ കല്യാണ സദ്യയാണെന്ന് പ്രചരിപ്പിക്കാനും തൽപരകക്ഷികൾ മറന്നിട്ടില്ല. മാളികപ്പുറത്തെ നാളികേരമുരുട്ടൽ, നാളികേരം നാം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് ക്ഷേത്രത്തിന് ചുറ്റും ഉരുട്ടുന്നതും ഉരുട്ടുന്ന വ്യക്തി അമ്മയ്ക്ക് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തുന്നു എന്ന ബോധ്യത്തോടെയാണ് ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് അത് ആചാരലംഘനം അല്ല. എല്ലാം അമ്മയിൽ സമർപ്പിച്ച ശയനപ്രദക്ഷിണം നടത്തുന്ന എന്ന സങ്കല്പമാണ് നാളികേരമുരുട്ടൽ എന്ന് മനസ്സിലാക്കുക. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന പ്രപഞ്ച സത്യത്തെയാണ് ആചാര അനുഷ്ഠാനത്തിൽ കൂടി ശബരിമല വെളിവാക്കുന്നത്. ആചാരങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമം എക്കാലത്തും ശബരിമലയെ സംബന്ധിച്ച് ഉണ്ടാകാറുണ്ട്. കന്നഡ സിനിമാ നടി അയ്യപ്പ വിഗ്രഹം സ്പർശിച്ചു എന്ന് വ്യാഖ്യാനിക്കാനും ജ്യോതിഷികൾ അത് ശരിവയ്ക്കാനും ശ്രമിച്ചതിൽ നിന്നുണ്ടായ വിവാദങ്ങൾ എത്ര വലുതായി വളർന്നു എന്ന് ചിന്തിച്ചു നോക്കുക. ശബരിമല ശ്രീകോവിൽ ദീർഘ ചതുരാകൃതിയിൽ ഉള്ളതാണ്. സോപാനത്തിൽ നിന്നും ഏകദേശം 12 അടിയോളം പുറകോട്ട് മാറി 1.5 അടിയോളം ഉയരമുള്ള പീഠത്തിൽ അധിവസിക്കുന്ന ശാസ്താ ചൈതന്യത്തെ സോപാനത്തിൽ തൊഴുതു നിൽക്കെ ബോധപൂർവം വീണതായി ഭാവിച്ച് ശ്രീകോവിലിൽ വീഴാൻ ആരെങ്കിലും ഒരാൾ 2 കാലിൽ പിടിച്ച് ബലമായി ശ്രീകോവിലേക്ക് തള്ളിവിട്ടാൽ പോലും വിഗ്രഹം വിരാജിക്കുന്ന പീഠത്തിന് സമീപം എത്തുകയില്ല. എന്നിട്ടും ആ സ്ത്രീ അവകാശപ്പെടാനും അവകാശപ്പെട്ടതിലെ സാങ്കത്യം എത്രമാത്രമുണ്ടെന്ന് സ്വാഭാവിക ബുദ്ധി ഉപയോഗിച്ച് പോലും ചിന്തിക്കാൻ തയ്യാറാകാത്ത പൊതുജനവൃന്ദവും അതിലുപരി അന്തർദേശീയ ദേശീയ മാധ്യമങ്ങൾ ഈ പെരുംനുണ സത്യമാക്കാൻ ശ്രമിക്കുന്നതും കാണുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസം അഥവാ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് ഉണ്ടായിട്ടുള്ള ധാർമ്മിക ച്യുതി എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കുക. വർഷങ്ങൾക്കപ്പുറത്ത് ഒരു കോഴിക്കോടുകാരൻ ഭാസ്കരൻ സ്വാമി ശബരിമലയിൽ നിന്നും വാങ്ങിയ ഒരരവണപ്പായസം കൂട് തുറന്നപ്പോൾ അതിൽ ഒരു എലിവാൽ കണ്ടെത്തിയെന്നും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വാർത്ത ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ശബരിമലയിൽ അരവണപ്പായസം നിർമ്മിക്കുന്നത് യന്ത്ര സംവിധാനത്തിലൂടെയാണ്. ടിന്നിൽ നിറച്ച് സീൽ ചെയ്യുന്നതുവരെ അരവണപ്പായസ നിർമ്മാണത്തിൽ മനുഷ്യശക്തിയോ മനുഷ്യപ്രയത്നമോ ആവശ്യമില്ല. ടിന്നിൽ പായസം നിറയ്ക്കുമ്പോഴുള്ള ശരാശരി ചൂട് അരവണപ്പായസത്തിൻ്റേത് 400 ഡിഗ്രി സെൽഷ്യസ് ആണ്. അറിയാവുന്നവർ പറയുന്നതാണ് ഈ സത്യം. അതോടൊപ്പം കാറ്റ് കടക്കാതെ സീൽ ചെയ്യുന്ന പാത്രത്തിൽ ഒരു എലിവാൽ പെട്ടുപോയി എന്ന് കരുതുക.
ഈ വാൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ മാത്രമേ അതേപടി നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അരവണയിലെ എലിവാൽ പിന്നീടതിൽ എത്തിച്ചേർന്നതാണെന്ന് നിസ്സംശയം പറയാം. പിന്നീടുണ്ടായതാണ് ഉണ്ണിയപ്പത്തിലെ പൂപ്പൽ. ഒരു വെളുത്ത പൂപ്പലാണ് ഉണ്ടായിട്ടുള്ളത്. നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവ അച്ചാർ തയ്യാറാക്കാനായി ഉപ്പ് ലായനിയിൽ ഇടുന്നു എന്ന് വിചാരിക്കുക. 10-15 ദിവസത്തിനുള്ളിൽ ആ പാത്രത്തിൽ ഒരു വെളുത്ത പൂപ്പൽ ഉണ്ടാകും. 50 ലക്ഷം ഉണ്ണിയപ്പത്തിന് വെളുത്ത പൂപ്പൽ പിടിച്ചിരിക്കുന്നു എന്നും ഇത് ഭക്ഷ്യയോഗ്യമല്ല, നശിപ്പിച്ച് കളയണം എന്നും ആവശ്യം പത്രവാർത്തയിൽ കൂടി വന്നപ്പോൾ മനസമാധാനം നഷ്ടപ്പെട്ടവർ എത്ര. ഇത്തരം പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം ഭക്ഷിച്ചാൽ കുട്ടികൾക്കാണ് രോഗം ഉണ്ടാകാൻ സാധ്യതയെന്നും അത് കരളിനെ ബാധിക്കും എന്നുമൊക്കെ ഒരു സത്യവുമില്ലാത്ത കാര്യം പടച്ചു വിട്ടുന്നതിൽ മാധ്യമപ്രവർത്തകർ ഓരോരുത്തരും മത്സരിച്ചതും നമ്മൾ കണ്ടതല്ലേ. അരവണ പായസത്തിൽ ചേർന്ന ഏലക്കയിൽ കീടനാശിനി കണ്ടെത്തിയവർക്ക് ഒറ്റയടിക്ക് നശിപ്പിക്കാൻ സാധിച്ചത് 7.5 കോടി രൂപയുടെ അരവണ പായസമാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ അരവണ മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. വാർത്തകൾ നൽകുന്നത് നല്ലത്, പക്ഷേ അവ ദുഷ്പ്രചാരണമാകുമ്പോൾ അനുഭവപ്പെടുന്ന സാമൂഹ്യ സുരക്ഷിതത്വ ബോധമില്ലായ്മ സാധാരണ ജനങ്ങളിൽ വർദ്ധിക്കുന്നു എന്ന സത്യമെങ്കിലും മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കുന്നത് കൊള്ളാം. സത്യസന്ധമായ വാർത്ത മാധ്യമപ്രവർത്തനം നമുക്ക് ചുറ്റും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഏത് വാർത്തയ്ക്കും 2 മുഖങ്ങളുണ്ട്, പോസിറ്റീവായും നെഗറ്റീവായും. ഒന്നിനെ തന്നെ കാണാം. വാചാലമായി അവതരിപ്പിക്കുന്നത് നെഗറ്റിവിസം ആണെങ്കിൽ ഒരു വാർത്ത നിഷേധാത്മകം ആകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് വിവാദങ്ങൾക്കിടയാക്കുകയും ചെയ്യും. പക്ഷേ അപ്രകാരമുള്ളതിൽ അഭിരമിക്കുന്ന മനസ്സുമായി പ്രവർത്തനം നടത്തുന്ന മാപ്രയ്ക്ക് ഒരിക്കലും മനസമാധാനത്തോടെ ജോലിയിൽ തുടരാൻ കഴിയില്ല തന്നെ. ശബരിമലയെ വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്താനും ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കാനും അതിലൂടെ സനാതനധർമ്മത്തെ അപഹസിക്കാനും കിട്ടുന്ന ഒരു സന്ദർഭവും ആരും നഷ്ടപ്പെടുത്തുകയില്ല തന്നെ. സാധാരണ ജനങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ സാധിക്കാത്ത സമഗ്രമായ ഒരു വിഷയമാണ് ബ്രഹ്മചര്യം എന്നത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് വിവാഹം കഴിക്കാത്ത ഒരവസ്ഥയാണ് ബ്രഹ്മചാരിത്വം എന്ന് മനസ്സിലാക്കി വച്ചിരിക്കുന്നു. ശബരിമല ആചാരങ്ങളിൽ ഭഗവത് ദർശനത്തിന് തയ്യാറാകുന്ന ഏതൊരു ഭക്തനും കഠിനവ്രതത്തിൽ മുഴുകാൻ തയ്യാറാകുന്നതിലൂടെ ലഭിച്ച ഉപദേശങ്ങളിൽ ഏറ്റവും പ്രമുഖമായതും ബ്രഹ്മചര്യാവ്രതമാണെന്ന് പറയുന്നു. ബ്രഹ്മചര്യം 2 വിധത്തിലുണ്ട് എന്ന് മനുസ്മൃതി വ്യക്തമാക്കുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരി ആരെന്നറിഞ്ഞാലേ യൗവനയുക്തകളായ സ്ത്രീകൾ തന്നെ കാണാൻ വരേണ്ടതില്ല എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ പൊരുൾ അറിയാൻ കഴിയൂ. ബ്രഹ്മചാരി എന്നാൽ ബ്രഹ്മം എന്നാൽ വേദം, തപസ്, ജ്ഞാനം, ഇതെല്ലാം അതിൻ്റെ വകഭേദങ്ങളാണ്. ഇതിന് അർത്ഥം അങ്ങനെ തന്നെ നമുക്ക് കാണാം. ബ്രഹ്മത്തിൽ ചരിക്കുന്ന, വേദത്തിൽ ചരിക്കുന്ന ശീലം, മനസ്സ് ആ തരത്തിലാക്കിയത് ആരാണോ അയാളാണ് ബ്രഹ്മചാരി. ബ്രഹ്മചര്യം 2 വിധത്തിലുണ്ട് എന്ന് മനുസ്മൃതി പറയുന്നു. നിയമങ്ങളും ആചരണങ്ങളും 2. ബ്രഹ്മചര്യത്തിന് ഏകദേശം 2 ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, 2 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഏകദേശം ഒരുപോലെയാണെങ്കിലും പ്രധാനമായ ഒരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് സാവധി ബ്രഹ്മചര്യം അഥവാ ഉപകുർവാണൻ എന്നാണ് അറിയേണ്ടുന്നത്. 2 നൈഷ്ഠിക ബ്രഹ്മചാരി. അപ്പം ബ്രഹ്മചാരിത്വം 2 തരത്തിൽ. 1 സാവധി ബ്രഹ്മചര്യം, 2 നൈഷ്ഠിക ബ്രഹ്മചാരി. നമുക്കാദ്യം സാവധി ബ്രഹ്മചര്യം എന്താണെന്ന് അന്വേഷിക്കാം. ഉപനയനാനന്തരം ഗുരുകുലത്തിൽ താമസിച്ച് വേദത്രയം, ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇവയിൽ ഓരോന്നിനും 12 വർഷം വീതം സമർപ്പിച്ച് 36 വർഷം പഠിച്ച് തികഞ്ഞ ത്രിവേദിയാവണം. അല്ലെങ്കിൽ ഓരോന്നും 6 വർഷം വീതം മൊത്തം 18 വർഷം പഠിക്കുക. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ത്രിവേദങ്ങളും ഓരോന്നും 12 വർഷം വീതം പഠിച്ച് 36 വർഷമാകാം പഠനം പൂർത്തിയാകും.
അല്ലെങ്കിൽ അതിൻ്റെ പകുതി വീതം 6 വർഷം വീതം പഠിച്ച് 18 വർഷമാക്കാം. ഇനി അതിനും കഴിയില്ലെങ്കിൽ 3 വർഷം വീതം ഓരോന്നിനും ഓരോ വേദത്തിനും നൽകി 9 വർഷം കൊണ്ടും, അതിനും സാധ്യമല്ലെങ്കിൽ കഴിയുന്നത്ര വർഷം സാധിക്കാവുന്നത്ര കാലം വേദം അഭ്യസിച്ച് ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി വ്രതസ്നാനം നടത്തി സമാവർത്തനം നടത്തി ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുന്നതിനായി സമാനവർണ്ണയും ശുഭലക്ഷണാന്വിതവുമായ കന്യകയെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് അഥവാ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തേത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഉപനയനാനന്തരം ഗുരുകുലത്തിൽ തന്നെയാണ് ഇദ്ദേഹം താമസിക്കേണ്ടത്. ഗുരുകുലത്തിൽ താമസിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വേദശാസ്ത്രങ്ങളെ അഭ്യസിച്ച് ഗുരുവിനെ ശുശ്രൂഷിച്ച് ജീവിതാവസാനം വരെ ഗുരുകുലത്തിൽ താമസിച്ച് ജീവനെ ബ്രഹ്മപ്രാപ്തിക്ക് അർഹനാക്കി തീർക്കുന്ന ആചാര്യൻ മരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി ഗുണയുക്തനായ ഗുരുപുത്രനെയോ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഗുരുപത്നിയെയോ അതും ലഭിക്കുന്നില്ലെങ്കിൽ പിതൃവ്യാധി ചിണ്ടരിൽ ആരെങ്കിലും ഒരാളെയോ, അതായത് പരസ്പരം പുലയുണ്ടാകാൻ സാധ്യതയുള്ള ആരെങ്കിലും ഒരാളെയോ ഗുരുവിനെ എന്ന പോലെ ശുശ്രൂഷിച്ച് ഗുരുകുലത്തിൽ വസിക്കണം. ഗുരുവിൻ്റെ മരണശേഷം ആദ്യം പറഞ്ഞ 3 പേർ ഇല്ലാത്ത അവസ്ഥ വന്നാൽ നൈഷ്ഠിക ബ്രഹ്മചാരി ഗുരുവിൻ്റെ അഗ്നിക്ക് സമീപം ശുദ്ധനായിരുന്ന് സായം പ്രാതസന്ധ്യകളിൽ സമിദ്ധോമം നടത്തി ജീവനെ ബ്രഹ്മപ്രാപ്തിക്ക് അർഹനാക്കി തീർക്കേണ്ടതാകുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥാശ്രമം ഇല്ല എന്നർത്ഥം. ഇതിൽ പറഞ്ഞതായ ഗുരുവിൻ്റെ അഗ്നിയാണ് ശബരിമലയിലെ ആഴി. അയ്യപ്പൻ ഈ ആഴി കാത്തുസൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേറൊരു ക്ഷേത്രത്തിലും കാണാത്ത ആചാരമാണ്. ബ്രഹ്മചാരി ഗുരുകുലത്തിൽ താമസിച്ച് ഇന്ദ്രിയങ്ങളെ അടക്കി തപോവൃദ്ധിക്ക് വേണ്ടി താഴെ പറയുന്ന നിയമങ്ങൾ അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതുമാണ്. മദ്യം, മാംസം എന്നിവ കഴിക്കരുത്. സുഗന്ധ വസ്തുക്കളോ മാലകളോ ധരിക്കരുത്. അധികം മധുരമുള്ള വസ്തുക്കളൊന്നും കഴിക്കരുത്. സ്ത്രീകളെ പ്രാപിക്കരുത്. പുളിച്ച വസ്തുക്കൾ ഉപയോഗിക്കരുത്. പ്രാണികളെ ഹിംസിക്കരുത്. ചൂതുകളി നടത്തരുത്. ജനങ്ങളുമായി വ്യർത്ഥമായ വാദം പാടില്ല. പരദൂഷണം, അസത്യഭാഷണം, സാനുരാഗത്തോടുകൂടി സ്ത്രീകളെ നോക്കുക, പരദ്രോഹം എന്നിവ പൂർണ്ണമായും വർജിക്കണം. ഒരു പ്രകരണത്തിൽ ഒരു വിഷയം തന്നെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ എടുത്തു പറഞ്ഞാൽ അതിന് പ്രാധാന്യം വളരെ കൂടുതലുണ്ട് എന്ന് ധരിച്ചു കൊള്ളണം. ഇത് ശാസ്ത്ര നിയമമാണ്. ഗുരുവിനെ എന്ന പോലെ പത്നിയെയും ബഹുമാനിക്കണം. ഗുരുവിൻ്റെ ആജ്ഞ പോലെ തന്നെ ഗുരുപത്നിയുടെ ആജ്ഞയും ശിരസാ വഹിക്കണം. 20 വയസ്സ് തികഞ്ഞവനും വിവേകശാലിയുമായ ശിഷ്യൻ യുവതിയായ ഗുരുപത്നിയെ പാദസ്പർശം ചെയ്ത് അഭിവാദ്യം ചെയ്യരുത്. 20 വയസ്സ് എന്നതുകൊണ്ട് പ്രായപൂർത്തി വന്നവൻ എന്നർത്ഥം. മനസ്സിനെ അഷ്ടവിധ മൈഥുനങ്ങളിൽ നിന്നും മോചിപ്പിക്കുക. എല്ലാവരും അഷ്ടവിധ മൈഥുനങ്ങൾ എന്ന് പറയുന്നതല്ലാതെ എന്താണ് അത് എന്ന് സൂചിപ്പിക്കുന്നില്ല. നമുക്ക് നോക്കാം. സ്ത്രീകളോടൊത്ത് രമിക്കുക, അവരുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക, അവരോടൊത്ത് സല്ലപിക്കുക, അവരെ നോക്കിക്കൊണ്ടിരിക്കുക, അവരുമായി രഹസ്യമായി സംസാരിക്കുക, അവരെ ലഭിക്കുന്നതായി സങ്കല്പിക്കുക, അവരെ ലഭിക്കുവാൻ പ്രയത്നിക്കുക, അവരുമായി ബന്ധത്തിൽ ഏർപ്പെടുക. അതിനകത്ത് ഒരു കക്ഷി നമ്മളാണ്, മറുകക്ഷി ഏതോ ഒരു സ്ത്രീയാണ്. ഈ തരത്തിലുള്ള 8 വിധത്തിലുള്ള ബന്ധപ്പെടലിനെയാണ് അഷ്ടവിധ മൈഥുനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ അഷ്ടവിധ മൈഥുനങ്ങളെ ഒഴിവാക്കുക. അവയെ ഒഴിവാക്കണമെന്ന് അറിവുള്ളവർ നമ്മളോട് ഉപദേശങ്ങൾ നൽകുന്നു. ഇവ ഇല്ലാതായാൽ മാത്രമേ അഖണ്ഡ ബ്രഹ്മചര്യം ആകുകയുള്ളൂ. ഇവിടെ ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകളെ നിഷേധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. അവരുടെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭാരതീയ സങ്കല്പത്തിൽ 4 ആശ്രമങ്ങളെ പ്രതിപാദിക്കുന്നു: ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം.
ഇവയിൽ ഏറ്റവും ശ്രേഷ്ഠം ആലോചിച്ചാൽ ഓരോന്നും ഒന്നിനോടൊന്ന് ശ്രേഷ്ഠാൽ ശ്രേഷ്ഠതരം എന്ന് പറയേണ്ടി വരും. പക്ഷേ കൂടുതൽ വിചിന്തനം ഏറെ ശ്രേഷ്ഠതരം മാതൃഭാവത്തിൻ്റെ സമ്പൂർണത കൈവരിക്കുന്നു എന്നതാണ്. ഗൃഹസ്ഥാശ്രമത്തിലാണ് എന്ന് കാണാം. അതിനാൽ ഗൃഹസ്ഥാശ്രമവും ഗൃഹസ്ഥനുമാണ് ഇതര 3 ആശ്രമങ്ങൾക്ക് താങ്ങും തണലുമാകുന്നത്. ഗൃഹസ്ഥാശ്രമത്തിൻ്റെ കാതലായ ഭാഗം നിലനിൽക്കുന്നത് പരസ്പര പൂരകങ്ങളായ ഐകമത്യ ജീവിതത്തിലൂടെയാണ്. മാത്രമല്ല, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്ത്രീത്വം അംഗീകരിക്കപ്പെടുന്നത് അന്നു മുതൽ ഏകദേശം 36 വർഷമാണ്. മാതൃത്വഭാവം പൂർണ്ണമായി അവിടെ നിലനിൽക്കുന്നത് ഈ കാലത്താണ്. ഈ മാതൃത്വഭാവത്തിന് യാതൊരു കോട്ടവും വരരുതെന്ന് ഏതാണ്ട് 3000 അടി ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് കുടികൊള്ളുന്ന ഭഗവാനെ കാണുന്നതിനും ദർശിക്കുന്നതിനും ഏതൊരു സ്ത്രീക്കും 10 വയസ്സിന് മുൻപും 50 വയസ്സിന് ശേഷവും മാത്രം സന്നിധാനത്തേക്ക് എത്തുവാൻ ഭഗവാൻ തന്നെ അനുവദിച്ചിരിക്കുന്നു. 10 വയസ്സിന് മുമ്പ് അവളിലെ സ്ത്രീത്വം ഉണർന്നിട്ടില്ല. 50 വയസ്സിന് ശേഷം അവളിൽ പരിപൂർണവും സർവംസഹയുമായ മാതൃഭാവം മാത്രം. 10 വയസ്സിന് മുമ്പും 50 വയസ്സിന് ശേഷവുമുള്ള സ്ത്രീ പ്രവേശനത്തിന് അനുവാദമുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനം മേൽപ്രകാരം നമുക്ക് സംഗ്രഹിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നാൽ സന്തുഷ്ടമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നത് തന്നെ. ഏറെ സന്തോഷകരവും ഉത്തരവാദിത്വപൂർണവുമായ കാലമാണത്. അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുക, അവരെ വളർത്തുക, ഉത്തരവാദിത്വബോധവും സൽഗുണസമ്പന്നവുമായ ഒരു ഭാവി തലമുറയ്ക്ക് രൂപം നൽകുന്നതിലെ ഏറ്റവും വലിയ പങ്ക് അമ്മയ്ക്കാണെന്നുള്ളത് ആധുനിക ഗൃഹസ്ഥാശ്രമങ്ങളിലെ പങ്കാളികൾ മറന്നിരിക്കുന്നതായി നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ചില സംഭവവികാസങ്ങളിൽ ബോധ്യപ്പെടുന്നു. ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ ചരിത്രം വെളിപ്പെടുത്തുന്ന ശ്രീമദ് ഭാരതം എന്ന കൃതിയിലെ 2 അമ്മമാരിലൂടെ ഇത് വെളിവാക്കുന്നു. ഏറെ ഗുണഗണങ്ങൾ ഉള്ളവരാണ് 2 അമ്മമാരും. പക്ഷേ കുട്ടികളെ വളർത്തുന്നതിൽ വേണ്ടത്ര ശുഷ്കാന്തി നൽകാത്ത പക്ഷം കുട്ടികൾ വീടിനും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും രാജ്യത്തിനും ശത്രുക്കളായി ഭവിക്കുമെന്നുള്ള സന്ദേശം വേദവ്യാസ മഹർഷി മഹാഭാരതത്തിലെ 2 അമ്മമാരിലൂടെ നമ്മുടെ മുമ്പിൽ വെളിവാക്കി തരുന്നു. കുന്തിയിലൂടെ പഞ്ചപാണ്ഡവരുടെയും ഗാന്ധാരിയിലൂടെ കൗരവരുടെയും കഥകൾ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ വളർച്ചയിൽ നിയന്ത്രണത്തിൽ ഭാഗഭാക്കുകളാകേണ്ടുന്ന അമ്മമാർ അല്പമെങ്കിലും അശ്രദ്ധരായാൽ ആരൊക്കെ ശ്രദ്ധിക്കാനുണ്ടെങ്കിലും അമ്മയുടെ അശ്രദ്ധാഫലമായി കുട്ടികൾ വഴിതെറ്റിപ്പോകും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്രയും പ്രാധാന്യമേറിയ ഇക്കാലത്ത് ഈ കുന്നും മലയും കയറി എന്നെ കാണാൻ വരേണ്ടതില്ല എന്ന് മാത്രമാണ് ഭഗവാൻ അയ്യപ്പസ്വാമി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീകളുടെ മാതൃത്വഭാവത്തിൻ്റെ പൂർണ്ണത ലഭ്യമാകുന്നതിനു വേണ്ടി മാത്രമാണ് മല കയറാൻ ഈ പ്രായപരിധിയിലുള്ളവർ വരേണ്ടതില്ല എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത്. ഈ വസ്തുത മനസ്സിലാക്കി നിയമത്തെക്കാളും അത് നേടിയെടുക്കുവാൻ ശ്രമിക്കുന്ന ശ്രമത്തെക്കാളും ഉപരി വിശ്വാസികളുടെ ആചാരത്തിനും വിശ്വാസത്തിനും അനുഷ്ഠാനത്തിനും മുൻതൂക്കം നൽകുകയാണ് വേണ്ടത്. മകരസംക്രാന്തി ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള നായാട്ടുവിളിശീലിൽ ഇവിടെ ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അതെല്ലാവരും പാലിച്ചിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഭഗവാൻ സ്ത്രീത്വത്തെ എത്രയേറെ ബഹുമാനിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവല്ലേ തൻ്റെ ദേവതയെ മാതൃഭാവേന തനിക്കരികിൽ കുടിയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. മാളികപ്പുറത്തമ്മയെ വരെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ജുഗുപ്സാവഹമായ രീതിയിൽ വിമർശിക്കാൻ തയ്യാറാകുന്നവർ ഒറ്റപ്പെടാനും സമൂഹത്തിൽ നിന്ന് തിരസ്കൃതരാവാനും ഏറെ നാളില്ല എന്നുറപ്പ് തന്നെ. മണിമണ്ഡപത്തിൽ ശ്രീവിദ്യാ ഉപാസകനായ ഭഗവാൻ ശ്രീചക്ര സമേതനായി കുടികൊള്ളുമ്പോൾ ശബരിമലയെ അകക്കണ്ണു തുറന്ന് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ ഇടവരട്ടെ. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം കൂടി വെളിവാക്കട്ടെ. ശബരിമലയിൽ ഇരുമുടിക്കെട്ട് ശിരസിലില്ലാത്ത പടി ചവിട്ടാൻ അർഹതയുള്ളത് അതത് കാലത്തെ ചുമതലയിൽ വരുന്ന തന്ത്രിക്കും തിരുവാഭരണ പേടകത്തോടൊപ്പം അകമ്പടിയായി വരുന്ന പന്തളം രാജകൊട്ടാരം പ്രതിനിധിക്കും മാത്രമാണ്. 18-ാം പടിയിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാർ ഈ പവിത്രമായ പടികളിൽ തങ്ങളുടെ ജോലിയുടെ ഭാഗമായി നിൽക്കേണ്ടി വരുന്നുണ്ട്. അത് അവർ ചെയ്യുന്ന ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗം ആയിട്ടാണ്.
എന്നാൽ ഒരു വർഷം 2 പ്രാവശ്യം പരമപവിത്രമായ 18-ാം പടി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ മറവിൽ ഇരുമുടിയില്ലാതെ നടത്തുന്ന ആചാരലംഘനം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരുപക്ഷെ ഇവരിൽ എത്ര പേർ വ്രതനിഷ്ഠരും മുദ്ര ധരിച്ചവരുമാണെന്ന് ഉറപ്പില്ലാത്തവർ ആയിരിക്കാം. തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുമനസ്സുകൊണ്ട് നടക്കി വെച്ച് സമർപ്പിച്ച തങ്കയങ്കിക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അവരുടെ ചില പരിമിതപ്പെട്ട സിൽബന്ധികളുമാണ് മണ്ഡല ഉത്സവത്തിന് ആചാരവിരുദ്ധമായി 18-ാം പടി കയറുന്നത്. അതുപോലെ തന്നെ മകരവിളക്കിന് ചാർത്തുന്ന തിരുവാഭരണ പേടക വാഹകരിൽ ഒരാൾ മാത്രമാണ് തിരുസന്നിധിയിലേക്ക് എത്തേണ്ടുന്നത്. എന്നാൽ ആ സമയം മുതലാക്കി ശ്രീകോവിലിൽ നിന്ന് കിട്ടിയ മാലയുടെ മറവിൽ 18-ാം പടികൾ കയറുന്നതിന് വീണ് കിട്ടിയ സുവർണാവസരം എന്ന നിലയിൽ ചില തൽപര കക്ഷികളെങ്കിലും ഇതുപയോഗപ്പെടുത്തുന്നത് വ്യക്തമായ ആചാര നിഷേധമാണ്. ശ്രീകോവിലിൽ നിന്ന് ലഭിച്ച കുത്തുവിളക്ക് ഇതിനോടനുബന്ധിച്ചുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 2 ഉദ്യോഗസ്ഥരും സന്നിധാനത്തിൻ്റെ ഭരണകർത്തൃത്വം എന്ന പേരിൽ, അതേപോലെ തന്നെ പോലീസിൻ്റെ 2 ഉന്നത അധികാരികളും മാത്രം അനുഗമിക്കേണ്ടതാണ് ആചാരവിരുദ്ധമായ ഇക്കാര്യത്തിലെ എണ്ണക്കൂടുതൽ ഉള്ള ആളുകളുടെ തള്ളിക്കയറ്റം. ഇക്കാര്യം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ശ്രദ്ധയിൽ വരേണ്ടുന്നതും ആവശ്യമായ കർശന നിർദ്ദേശം നൽകി ഈ ആചാര്യ വിരുദ്ധതയ്ക്ക് വിരാമമിടും എന്നും വിശ്വസിക്കട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയിക്കട്ടെ, ഓർമ്മിപ്പിക്കട്ടെ. ശബരിമല തീർത്ഥാടനത്തിന് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ തയ്യാറെടുക്കുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. തങ്ങളുടെ ഇരുമുടിയിൽ 1 ഗ്രാം പോലും പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇല്ല എന്നുറപ്പുവരുത്തണം. പ്ലാസ്റ്റിക് കടലാസ് മാത്രം പോരാ, പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചെറിയ കുപ്പികൾ പോലും ഇല്ല എന്നുറപ്പ് വരുത്തുക എന്നതാണ് ആദ്യ കർത്തവ്യം. അതിന് 2 കുപ്പികൾ സാധാരണയായി വരാൻ സാധ്യതയുള്ളത് ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന് ചെറിയ ഒരു തേൻ കുപ്പിയും അതേപോലെ തന്നെ പനിനീർ കുപ്പിയുമാണ്. ഈ 2 കുപ്പികളും നിങ്ങൾ കെട്ടുനിറയ്ക്കുന്നിടത്ത് വെച്ച് തന്നെ ഇത് അവസാനിപ്പിക്കുക. പനിനീർ കുപ്പി കളഭം കലക്കാൻ ഉപയോഗിക്കുകയും തേൻ കുപ്പിയിലുള്ള തേൻ ത്രിമധുരത്തിന് കൂട്ടിയോജിപ്പിച്ച് കെട്ടുനിറയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളവർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉറവിടത്തിൽ തന്നെ ഈ 2 കുപ്പികളും അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഓരോ സ്വാമിമാരും അവരവരുടെ കയ്യിൽ ഒരു സ്റ്റീൽ ഗ്ലാസും ഒരു സ്റ്റീൽ പ്ലേറ്റും തീർച്ചയായിട്ടും കരുതുക. മറ്റൊന്നിനുമല്ല, അന്നദാനം നടക്കുന്നിടത്ത് ചെന്ന് നമ്മൾ മുഖാന്തരം പേപ്പർ പ്ലേറ്റോ പേപ്പർ ഗ്ലാസ്സോ വേസ്റ്റാക്കി കൊണ്ടുവരുന്നതിന് പകരം നമുക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഗ്ലാസും അതേപോലെ തന്നെ പ്ലേറ്റും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ 2 കൂട്ടം കാര്യങ്ങളും ഏവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ സാദരം സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുർ വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.